ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വെബ് സ്റ്റാൻഡേർഡ്സ് ആണ്. നമുക്കറിയാം വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഫ്രീ ഫോറം ആയിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം, പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെബ് സ്റ്റാൻഡേർഡ്സ് ആണ്. വെബ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം developed to promote consistency in the design code which make up a web page. അതായത് അതിന് വേണ്ടി കുറച്ച് ഗൈഡ് ലൈൻസും റൂൾസും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആര്? W3C എന്നാണ് അറിയപ്പെടുക, വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം. ഇവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് കൺസിസ്റ്റൻസിയും അതുപോലെ ഒരു നല്ലൊരു ഡിസൈൻ കോഡും ഒക്കെ കിട്ടിയിട്ട് നല്ല രീതിയിൽ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക റെഗുലേഷൻസിനെയും ഗൈഡ് ലൈൻസിനെയും റൂൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വെബ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരുപാട് സ്റ്റാൻഡേർഡുകൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് 5 സ്റ്റാൻഡേർഡുകളാണ് ഉള്ളത്. അത് എന്തൊക്കെയാണ് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് HTML, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ദിസ് ഈസ് ദ ഫസ്റ്റ് എവർ സ്റ്റാൻഡേർഡ് ടു എമർജ് ഫ്രം ദ W3C is widely used on the web. It is the most common tool for designing web pages, which is usually considered as the backbone of the World Wide Web. വേൾഡ് വൈഡ് വെബിൻ്റെ ബാക്ക്ബോൺ ആയി അറിയപ്പെടുന്ന ഒരു ലാംഗ്വേജാണ് HTML. അതായത് നമുക്ക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന, അത് റെക്കമെൻഡ് ചെയ്യുന്നത് W3C റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു ലാംഗ്വേജാണ് എന്ത് HTML, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് language. Using HTML, structuring elements, text documents interpreted by browsers can display their contents according to specific formats. നമ്മൾ പറയുന്ന ഫോർമാറ്റിനനുസരിച്ചിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ സഹായിക്കുന്ന ലാംഗ്വേജാണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അതാണ് HTML. ഇനി രണ്ടാമത്തത് എന്താണെന്ന് നോക്കാം. XML, എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്. ദിസ് ഈസ് ലൈക്ക് HTML and support most of the fixed set of elements contained in HTML. It allows coder to customize new tag elements according either to the preset DTD or to one that can personally defined. അതായത് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ട് HTML പോലെ തന്നെയാണ്, പക്ഷേ അതിനേക്കാളും ഫ്ലെക്സിബിൾ ആയിട്ട് HTMLനേക്കാളും ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കപ്പ് ലാംഗ്വേജാണ് XML. ഇപ്പോൾ കൂടുതൽ പേരും ഈ HTMLന് പകരം ഈ XML ആണ് യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടി എന്താ പറയുക ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നല്ലതായിട്ട് യൂസ് ചെയ്യുന്നത് XML ആണ്. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡാണ്. ഇനി മൂന്നാമത്തെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ CSS, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. CSS is a mechanism through which changes in appearance and position can be assigned to HTML or XML elements simply by declaring specific style to them. അതായത് CSS എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ നമ്മൾ HTML, XML എലിമെൻസിൽ ഒരു സ്റ്റൈല് കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പിയറൻസും ഒക്കെ ഒന്നും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ചേഞ്ചസ് വരുത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റൈലിനെയാണ് എന്ത് പറയുന്നത് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റൈൽ ഷീറ്റാണ്. ഇതും ബ്രോഡ് ഫോർവേഡഡ് ബൈ W3C ടു ക്രിയേറ്റ് എ സിംപ്ലർ ആൻഡ് മോർ സ്ട്രക്ചേർഡ് വേൾഡ് വൈഡ് വെബ്. അത് ഇതിൻ്റെ കൂടെ തന്നെ യൂസ് ചെയ്യുന്നതാണ്. HTMLൻ്റെ കൂടെയൊക്കെ തന്നെ സ്റ്റൈൽ ആഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ്. പേര് തന്നെ ഉണ്ട് സ്റ്റൈൽ എന്ന്. ദെൻ ഫോർത്ത് വൺ DOM, ഡോക്യുമെൻറ്റ് സബ്ജക്റ്റ് മോഡൽ. ദിസ് അലോസ് എ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ടു എക്സേർട്ട് ഇറ്റ്സ് ഫുൾ പവർ ആൻഡ് ഇൻ്ററാക്റ്റീവ് ക്യാപ്പബിലിറ്റീസ് ഓൺ എ വെബ് പേജ്. ഇതും വെബ് പേജിനെ ഒന്നും കൂടി എക്സ്റ്റെൻഡ് ആക്കാൻ വേണ്ടി കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡൽ. ഇറ്റ് ഈസ് എ പ്ലാറ്റ്ഫോം ദാറ്റ് അലോസ് പ്രോഗ്രാംസ് ആൻഡ് സ്ക്രിപ്റ്റ്സ് ടു ഡൈനാമിക്കലി ആക്സസ് ആൻഡ് അപ്ഡേറ്റ് ദ കണ്ടൻറ്റ് സ്ട്രക്ചർ ആൻഡ് സ്റ്റൈൽ ഓഫ് വെബ് ഡോക്യുമെൻറ്റ്. അതായത് വെബ് ഡോക്യുമെൻറ്റിൻ്റെ സ്റ്റൈലും സ്ട്രക്ചറും ഒക്കെ ബെറ്റർ ആക്കാൻ വേണ്ടി ഡൈനാമിക്കലി യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ എന്താ പറയുക സ്റ്റൈൽ തന്നെയാണ് DOM, ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡൽ. ഇതും എന്തതിൻ്റെ കൂടെ HTMLലും XMLലും യൂസ് ചെയ്യുന്നതാണ്. ദെൻ ഫിഫ്ത്ത് വൺ ECMA സ്ക്രിപ്റ്റ്, ദ സ്റ്റാൻഡേർഡൈസ്ഡ് വേർഷൻ ഓഫ് ജാവാസ്ക്രിപ്റ്റ്. ദിസ് ഈസ് എ ക്ലയൻറ്റ് സൈഡ് ഒബ്ജക്റ്റ് oriented scripting language based on several technologies
സച്ച് ആസ് നെറ്റ്സ്കേപ്പ്, ജാവാസ്ക്രിപ്റ്റ് ആൻഡ് മൈക്രോസോഫ്റ്റ് JScript. ഇത് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അതായത് ജാവ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ജാവ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. ജാവ എന്ന് പറഞ്ഞാൽ HTML പോലെ തന്നെ നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ്. അപ്പോൾ അതാണ് ഈ ECMA സ്ക്രിപ്റ്റ്, എക്മാസ് സ്ക്രിപ്റ്റ് എന്ന് പറയും. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ജാവാസ്ക്രിപ്റ്റ് ആണ്. ജാവാസ്ക്രിപ്റ്റിൻ്റെ സ്റ്റാൻഡർഡൈസ്ഡ് വേർഷനാണ്. ത്രൂ ഇറ്റ് എലമെൻറ്റ്സ് ക്യാൻ ബി മാനിപ്പുലേറ്റഡ്, മൂവ്ഡ് or have some properties changed, allowing web developers to implement such effects as animated text and graphic rollovers. അതായത് ഇത് ഈ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് പല കാര്യങ്ങളും എലമെൻസും മാനിപ്പുലേറ്റ് ചെയ്യാം, മൂവ് ചെയ്യാം, അതിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാം, അതുപോലെ തന്നെ ഇഫക്ട്സ്, അനിമേഷൻ അതെല്ലാം കൊടുത്ത് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ സാധിക്കുന്നതാണ് ECMA സ്ക്രിപ്റ്റ്. അപ്പോൾ ഇത് 4 ഇത് 5 നമ്മുടെ എന്തായിട്ട് അറിയപ്പെടുന്നത്, സ്റ്റാൻഡേർഡ്സ് ഓഫ് വെബ് സ്റ്റാൻഡേർഡ്സ് എന്നറിയപ്പെടുന്നത്. ഓക്കെ.